എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. എല്ലാവർക്കും വെൽക്കം ടു റേസ് വ്ലോഗ്സ്. കുറേ നാളായില്ലേ നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറിൻ്റെയൊക്കെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ കെയർ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് വേറെ സ്പെഷ്യൽ പാക്കൊന്നുമല്ല, നമ്മുടെ ചെമ്പരത്തി താളിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പരത്തി. അപ്പോൾ ഇത് ഏട്ടൻ്റെ വീട്ടിലെ ചെമ്പരത്തിയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ താളിക്കുള്ള ചെമ്പരത്തി പൂവ് പറിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ചെമ്പരത്തി പൂക്കളൊക്കെ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഹെയർ കെയർ ചെയ്യാനായിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതുപോലെ വലിയ മരങ്ങളായിട്ടാണ് കേട്ടോ, 2-3-4 മൂടുണ്ട്. അതിലെല്ലാം നിറയെ പൂക്കളുണ്ട് കേട്ടോ. എനിക്ക് ചെമ്പരത്തി പൂക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് ചെമ്പരത്തിയാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് ഓഫ് ചെമ്പരത്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻ്റ് ആക്കണം കേട്ടോ. കാര്യം ഇപ്പോൾ പൊതുവേ എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള ചെമ്പരത്തികൾ ഇപ്പോൾ എന്താ പറയുക, വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് കേട്ടോ, എങ്ങും ഇത് കാണാനില്ല. ഇപ്പോൾ എല്ലാവരും പുതിയ ടൈപ്പ് ഓഫ് ചെമ്പരത്തിയിൽ വയ്ക്കുന്നുണ്ട്, എങ്ങുമില്ല. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഇല്ല കേട്ടോ. ഈ ഒരു ചെമ്പരത്തി വീട്ടിലുള്ള ടൈമിൽ ഞാൻ സ്ഥിരം താളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തലയിൽ അപ്ലൈ ആക്കും കേട്ടോ. ആ ഒരു ടൈം എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹെയറും കാര്യങ്ങളുണ്ടായിരുന്നു, നല്ല ലെങ്ത്തുള്ള നല്ല തിക്കനായിട്ടുള്ള ഹെയറും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ കെയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണിത്. ഇതിൻ്റെ മുകളിലൊക്കെ കുറേ ഉണ്ട് ഗായ്സ്. നമ്മുടെ സമയം ഒത്തിരി വൈകുന്നേരമാകുന്നുണ്ട്. ഒരുപാട് ലേറ്റ് ആകുന്നതിന് മുമ്പെങ്കിലും താളിയൊക്കെ തലയിൽ കെട്ടണം കേട്ടോ. അല്ലെങ്കിൽ കെട്ടണമെന്നല്ല, തലയിൽ വെക്കണം. എനിക്ക് തലനീരൊക്കെ ഇറങ്ങി നമുക്ക് അസുഖമൊക്കെ വരും, പനിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയാം ചേച്ചി, നമുക്ക് ഒരാൾക്കാണെങ്കിൽ ഇത്രയൊക്കെ മതി. പിന്നെ നമ്മൾ എത്ര എടുക്കുന്നോ അത്ര നല്ലത്. അവിടെ നമുക്ക് ചെമ്പരത്തി കുറേ ഉണ്ട് കേട്ടോ, ചെമ്പരത്തി പൂക്കളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളതിൽ നമ്മൾ 2 കൂടി നമുക്ക് വെച്ചു. അപ്പം ഞാൻ ഇത്രയും ചെമ്പരത്തി പൂക്കൾ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു രീതിക്ക് എടുത്താൽ മതി. 2 ഉള്ളെങ്കിൽ 2 എടുത്താലും മതി. എത്ര എടുക്കാമോ അത്രയും നല്ലത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ ഈ ചെമ്പരത്തി പൂവിൻ്റെ എല്ലാം എടുക്കൂല. നമ്മൾ ഈ ഒരു പൂ നമ്മളെടുത്തിട്ട് താണ്ട് ഈ ഒരു പച്ച സാധനം നമ്മൾ എടുക്കുക. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ വെച്ച് ഇങ്ങനെ ഒടിച്ച് കളയും. അപ്പോൾ ഇത് രണ്ടും റിമൂവ് ചെയ്തിട്ട് ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എല്ലാ ചെമ്പരത്തി പൂവിൻ്റെയും സാധനങ്ങൾ റിമൂവ് ചെയ്യൊക്കെ. ആദ്യം നമ്മൾ കുറച്ച് ഉലുവ എടുക്കണം. കാര്യം ഉലുവ ഇട്ടല്ലേ നമ്മുടെ താരം പോകത്തുള്ളൂ. ഇത്രത്തോളം കുറച്ച് മതി. ഇത് തോനെയാണെങ്കിൽ ഇടാം, നമുക്കിപ്പോൾ തൽക്കാലം ഒരു ഇത്രയും മതി. തിളച്ചോട്ടെ. ഈ ഒരു ഉലുവ നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. നല്ലതായിട്ട് തിളച്ച് നല്ലൊരു മഞ്ഞ കളറാവും. അതിനകത്ത് എല്ലാ ബെനിഫിറ്റ്സും ആ വെള്ളത്തിലേക്ക് തിളച്ചിറങ്ങണം. ആ ഒരു ടൈം വരെ നമ്മൾ സത്യത്തിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഞാൻ വെറും ഒരു സിമ്പിൾ ഹെയർ പാക്ക് അല്ല കേട്ടോ. നമ്മുടെ തലയിലെ താരൻ, അതായത് നല്ല പിടിച്ച് ഇങ്ങനെ എന്താ പറയുക, പുറ്റുപോലെ ഇരിക്കില്ല, ആ ഒരു താരൻ വരെ ഒറ്റ യൂസിൽ മാറ്റാൻ കഴിവുള്ള ഒരു അടിപൊളി ഒരു ഹെയർ പാക്കാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കണം. താഴെ കമൻറ്റും ചെയ്യണം. ഞാൻ അത്രത്തോളം 100% ഷുവറായിട്ട് പറയുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. നല്ല വൃത്തിയായിട്ട് നമ്മുടെ ചെമ്പരത്തി പൂക്കളൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിക്ക് ഉലുവ നല്ല രീതിക്ക് അതിൽ വെട്ടിത്തിളച്ച് അതിനകത്ത് ആ ഒരു സത്തുകളെല്ലാം ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങണം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചെമ്പരത്തി പൂ ഇടാം. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ആ ചെമ്പരത്തി പൂവിൻ്റെ സത്ത് ഇറങ്ങുന്നവരെ നമുക്കൊന്നിട്ട് തിളപ്പിക്കാം. ഇന്ന് ഞാൻ ചെമ്പരത്തി പൂവിൻ്റെ സത്തിട്ടിട്ട് എല്ലാ ബെനിഫിറ്റ്സും ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂട് കാണും. ജസ്റ്റ് ചൂടൊക്കെ ഒന്ന് ആറിന് ശേഷം മാത്രമേ നിങ്ങളതിൽ കൈയൊക്കെ ഇടാൻ പാടുള്ളൂ കേട്ടോ. എനിക്കൊരു ചെറിയ ചൂടോടുകൂടി അപ്ലൈ ആക്കുന്നതാണ് ഇഷ്ടം. ഒരുപാട് താരനുള്ളവർ ഒരു ചെറിയ ചൂടോടുകൂടി അപ്ലൈ ആക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാനായാലും ഡാൻഡ്രഫ് പെട്ടെന്ന് പോകാനായിട്ടും അത് സഹായിക്കും കേട്ടോ.
അപ്പം നല്ല രീതിക്ക് ഞാനിത് കൈ കൊണ്ട് എന്താ പറയുക ഞെവിടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാ സത്തും, അതായത് ചെമ്പരത്തി പൂവിൽ ഉലുവയിൽ എല്ലാം നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് കിട്ടുന്ന രീതിയിലേക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ്. ആദ്യം 2 സൈഡും പാർട്ടിഷൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു ജെൻറ്റിൽ മസാജ് കൊടുക്കുക. പിന്നെ കൈ കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ജടയും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുക. അതിനുശേഷം നമ്മുടെ പാലായം ചെയ്യാം. അപ്പോൾ ഇത്രയും ഒരു സ്റ്റെപ്പ് ഞാൻ നേരത്തെ നമ്മുടെ ഹെയർ കെയറിൽ ചെയ്യുന്ന തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കല്യാണത്തിന് 2-3 ദിവസം മുൻപ് തൊട്ട് തന്നെ ഈ ഹെയർ കെയറിൻ്റെ പരിപാടിയൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം ടൈം കിട്ടുന്നില്ല, അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു. പിന്നെ കല്യാണത്തിൻ്റെ ടൈമിൽ എൻ്റെ മുടി ബ്യൂട്ടി പാർലർ നമ്മൾ മേക്കപ്പിന് പോയ ടൈമിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് എൻ്റെ മുടിയുടെ ലെന്ത് ഒത്തിരി കുറഞ്ഞത്. ഒരുപാട് കയറ്റി കട്ട് ചെയ്തു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ തുമ്പിലേക്ക് തിക്നെസ് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ എന്താണെന്നൊക്കെ ഞാൻ വരും വീഡിയോസിൽ പറയാം. ഓക്കെ, അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഹെയറിലേക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അപ്ലൈ ആക്കട്ടെ. നിങ്ങൾക്കത് ഒഴിച്ചിട്ടൊക്കെ അപ്ലൈ ആക്കാം. ഞാനത് അഴിക്കാനൊന്നും നിന്നില്ല. കാര്യം കൈ കൊണ്ട് തന്നെ എടുക്കുന്ന ടൈമിൽ ആ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഉലുവയുടെയൊക്കെ വേസ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ആക്കിയത്. നമ്മളിപ്പോൾ ഇതോടുകൂടി അപ്ലൈ ആക്കിയാലും അപ്ലൈ ആക്കിയില്ലെങ്കിലും പ്രത്യേകിച്ച് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ അരിച്ചെടുത്താൽ നമുക്ക് ആ ഗുണം കിട്ടില്ല, അങ്ങനൊന്നും ഇല്ല കേട്ടോ. ചിലർക്ക് അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇരിക്കില്ല. ആ ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, നമ്മൾ അരിച്ചെടുത്തിട്ട് ആ ഒരു ബാക്കി വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നല്ല സാധനം മാത്രം ഹെയറിൽ അപ്ലൈ ആക്കുന്നതാണ് നല്ലത്. സോ നിങ്ങളിത് ഉറപ്പായിട്ട് അപ്ലൈ ആക്കി നോക്കിട്ടോ. നിങ്ങൾ അപ്ലൈ ആക്കി നോക്കിയാൽ മാത്രം പോരാ, താഴെ കമൻറ്റ് ഇട്ടേക്ക്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾക്കിത് എഫക്റ്റ് ആയില്ലെങ്കിൽ അതും കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. കാര്യം എനിക്ക് അത്രത്തോളം വിശ്വാസം വന്നൊരു പാക്കാണിത്. നമ്മുടെ അനിയൻ്റെ തലയിൽ നല്ല രീതിക്ക് തന്നെ താരൻ നല്ല പുറ്റുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോടൊരു റെമഡി ചോദിച്ചപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി. ഇത്രയും രീതിക്കൊരു താരൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുകയെന്നറിയില്ലായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷെ ഫസ്റ്റ് യൂസിൽ തന്നെ അവൻ്റെ താരനെല്ലാം പോയി. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ പോയാലും നിങ്ങളിത് നിർത്തരുത്. ഒരു വീക്കിലി ഒരു 3 ടൈംസ്, ഒരുപാട് താരനുള്ളവർ വീക്കിലി ഒരു 3 ടൈംസ് ചെയ്യുക. മാക്സിമം ഒരു മിനിമം ഒരു 2 ടൈംസ് എങ്കിലും നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ താരനില്ലാത്തവർ വീക്ക്ലി വൺസ് ഒക്കെ ചെയ്താൽ ഹെയറിന് നല്ലതാണ്. ബിക്കോസ് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഉലുവയൊക്കെ നമ്മുടെ മുടി ബേബി ഹെയർസൊക്കെ വരാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി പൂവ് ഹെയറിന് നീളം വെക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും. ഈസി ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണിത്. സോ നിങ്ങൾ ഹെയർ കെയർ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ആക്കി നോക്കിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് 100% ഷുവറാണ്. നിങ്ങളെന്തായാലും മസ്റ്റ് ട്രൈ ആക്കി നോക്കുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നമ്മുടെ ചാനലിൽ ഒരുപാട് ന്യൂ മെമ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോസിന് സജഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. അതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിനൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എല്ലാ കമൻറ്റും റീഡാക്കാറുണ്ട്. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഏതെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനും സോറി. അതായത് ഞാൻ എല്ലാ കമൻസും വായിച്ചിട്ട് മാക്സിമം റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് നിങ്ങളുടെ കമൻസ് എൻ്റെ മോട്ടിവേഷനാണ് സത്യം പറഞ്ഞാൽ അത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഞാൻ എൻ്റെ തുടർന്നുള്ള വീഡിയോസിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, വീഡിയോ സജഷൻസൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.